Hi friends, welcome to pubg Tech. Vivo Z1 Pro എന്ന് പറയുന്ന ഒരു മികച്ച ഫോൺ മിഡ് റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ജൂലൈ 3-ാം തീയതിയാണ് അതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ജൂലൈ 3-ാം തീയതിക്ക് മുൻപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ലീക്കായി വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞുണ്ടോ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വിവോ Z1 Pro എന്ന ഫോണിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈൻസ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ റിവീൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ. വളരെ സ്റ്റൈലിഷായ ഒരു ഫ്രണ്ട് സൈഡ് തന്നെയാണുള്ളത്. LCD ഡിസ്പ്ലേ ആണ്. നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ പഞ്ച് ഹോളിനകത്താണ്. നോച്ചും കാര്യങ്ങളുമല്ല, പകരം പഞ്ച് ഹോളായിട്ട് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് ഒതുക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു പഞ്ച് ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയ ഒരു ഡിസ്പ്ലേ ഡിസൈനാണ് നമുക്കിവിടെ കിട്ടുന്നത്. റിയർ സൈഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്റ്റൈലിഷായ ഒരു ബ്ലൂഷ് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗ്രേഡിയൻ കളർ സ്റ്റൈൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിസൈനായിട്ട് തന്നെ തോന്നി. ഒരു നല്ല ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. കൂട്ടത്തിൽ അതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ റിയർ സൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്ക് വരുന്നില്ല. അതേപോലെ ട്രിപ്പിൾ ക്യാമറയുടെ സെറ്റപ്പ് നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ കാണാം. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ക്യാമറയൊക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. റിയർ സൈഡിൽ കൃത്യമായിട്ട് സ്പെസിഫിക്കേഷൻ നമുക്ക് അറിയില്ല, എങ്കിലും അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം 16 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ. ഈ രീതിയിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് റിയർ സൈഡിൽ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. മൈക്രോ USB പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, അതേപോലെ സ്പീക്കർ ഗിയർ തുടങ്ങിയവയാണ് താഴെയുള്ളത്. മുകളിലൊരു നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഡിസൈൻ സെറ്റപ്പ്. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫോൺ ലോഞ്ച് ചെയ്തിട്ട് പറയാം. എന്തായാലും ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു ഫോൺ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 712 ഓൾറെഡി 710 നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരുന്ന നല്ലൊരു സിസ്റ്റം തന്നെയാണ് അതിനകത്തുള്ളത്. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ സ്നാപ്ഡ്രാഗൺ 712 കിട്ടും. ഒരു 30% ഒക്കെ പറയുന്നു, ചിലർ 10% പറയുന്നു. എന്തായാലും അതിനേക്കാൾ ബെറ്റർ ആയ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോൺ തരുമെന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ആ ഒരു പ്രൊസസറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. കൂടുതൽ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചും ഇന്ത്യയിൽ വന്നിട്ട് പറയാം. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 710-നേക്കാൾ ബെറ്ററായ, അതായത് നമ്മുടെ റിയൽമി 3 പ്രോയേക്കാൾ അത് ഓൾറെഡി നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിനേക്കാൾ ബെറ്ററായ ഒരു പെർഫോമൻസ് തരാൻ കഴിവുള്ള ഒരു ഫോണായിരിക്കും ഈ വിവോയുടെ Z1 Pro. പ്രത്യേകിച്ചും PUBG എന്നൊരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം കുറേ കൂടി ബെറ്ററായ രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു ഫോണായിരിക്കും ഈ പറയുന്ന Z1 Pro. ആ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹെവി ഗ്രാഫിക് ഇൻറ്റൻസീവായ ഗെയിമാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഈ ഫോൺ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നോർമൽ യൂസിനായാലും ഏത് തരക്കാർക്കായാലും പറ്റിയ നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണായിരിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഒപ്പം തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും പറയുന്നുണ്ട്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 712 ക്വാൾകോം ക്വിക്ക് ചാർജ് 4+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊസറാണ്. ഒരുപക്ഷെ നമുക്ക് ആ ഒരു ചാർജർ ഉപയോഗിക്കാൻ പറ്റിയേക്കാം, എങ്കിലും അതൊന്നും വിവോ പറയുന്നില്ല. പകരം 18 വാട്ട് ഫാസ്റ്റ് ചാർജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എങ്കിലും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെയുള്ള 5000 mAh ബാറ്ററി ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും നല്ലൊരു ഡിസൈനും കാര്യങ്ങളും, ട്രിപ്പിൾ ക്യാമറയും, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും, പെർഫോമൻസും, അതേപോലെ തന്നെ നല്ലൊരു ഹ്യൂജ് ബാറ്ററി സെറ്റപ്പും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ആയിട്ട് ഒരു മികച്ച ഫുൾ പാക്ഡ് ഈ ഒരു ഫോണിനെ കുറിച്ച് അവർ പറയുന്നതും ഫുള്ളി ലോഡഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫുൾ പാക്ഡ് ആയ ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ് ഈ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി നമുക്ക് ചൈനയിൽ ഇതുപോലത്തെ ഒരു മോഡൽ ഉണ്ട്. അത് സ്നാപ്ഡ്രാഗൺ 710 വെച്ചുകൊണ്ടാണ്. അതിന് അവിടെ ഒരു 15000 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. അത് വെച്ചുകൊണ്ടാവണം 17000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്നിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 15000 എന്നാണ് പലരും പറയുന്നത്, എങ്കിലും 17-ന് താഴെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഒരു നല്ല പ്രൈസിൽ ഒരു മികച്ച സ്പെസിഫിക്കേഷനുമായിട്ട് വിവോയുടെ ഒരു നല്ല ഫോണായിരിക്കും വിവോ Z1 Pro. പിന്നെ ഇതിൻ്റെ ലോഞ്ച് അത് ജൂലൈ 3-ാം തീയതിയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കൃത്യമായ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അന്ന് വേറൊരു വീഡിയോയിൽ വരാം. അന്ന് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ ഫുൾ ഡിസൈനും കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞതുകൊണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും Z1 Pro എന്ന ഫോൺ ഈ ഒരു രീതിയിലൊക്കെയാണ് വരാൻ പോകുന്നത്. ഒരു മികച്ച ഫോണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണായിരിക്കും തന്നെയാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.